ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ രേഖ ഷാജൻ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വാഴക്കുടപ്പൻ വെച്ചിട്ടുണ്ടാക്കിയൊരു കട്ട്ലേറ്റാണ്. ഇത് ചിക്കനും അതുപോലെ തന്നെ ബീഫിൻ്റെ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ 2 വാഴക്കുടപ്പൻ എടുത്തിട്ടുണ്ട്, ഫ്രഷ് ആയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ക്യാരറ്റ്, ക്യാബേജ്, ഗ്രീൻ പീസൊക്കെ ചേർക്കാം. ഞാനിതിനോടൊപ്പം 3 പൊട്ടാറ്റോ മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ കുറച്ച് പാർട്സൊക്കെ എടുത്ത് മാറ്റാം. ഇതുപോലെ നമുക്ക് മുകളിലെ കുറച്ച് ഭാഗം മാറ്റിയതിന് ശേഷം നമുക്ക് ചെറിയ പീസസായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ചെറിയ പീസസായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇത് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ഒന്ന് ക്ലീനാക്കി എടുക്കണം. ഇതിൻ്റെ കറയൊക്കെ ഒന്ന് കുറച്ച് കളയണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് കഴുകി ക്ലീനാക്കിയിട്ടെടുക്കാം. നന്നായി കഴുകിയതിന് ശേഷം നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന പൊട്ടാറ്റോ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം വലിയ പീസസ് ആക്കിയിട്ട് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. 1/4 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് കുക്കർ മൂടി വെച്ച് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. 3 വിസിൽ അടിക്കുന്നവരെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം പ്രഷർ ഫുള്ളായിട്ട് പോയതിന് ശേഷം തുറന്നാൽ മതി. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ പൊട്ടാറ്റോ മാറ്റി വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അത് നമുക്ക് വീണ്ടും സ്റ്റൗവിൽ വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. പൊട്ടാറ്റോ നമുക്ക് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇത് വെള്ളം ഇതിൽ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 മീഡിയം സൈസായിട്ടുള്ള സവോള ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് നന്നായിട്ട് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒന്ന് കളറൊക്കെ മാറി വരുന്നവരെ ഒന്ന് ഒരുപാടൊന്നും ബ്രൗൺ കളർ ആക്കേണ്ട കാര്യമില്ല. ചെറുതായിട്ടൊന്ന് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 3/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു തക്കാളി ടൊമാറ്റോ ചെറിയ പീസായിട്ടായിരുന്നു ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് വെള്ളമൊക്കെ വറ്റി ഒന്ന് വെന്ത് കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് 1/2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കുടപ്പൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊട്ടാറ്റോ നന്നായിട്ട് സ്മാഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് വേപ്പിലയും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വെച്ച് നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ കുറച്ച് റസ്ക് ഇതുപോലെ എടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. പിന്നെ 3 എഗ്ഗ് ഞാൻ ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. പിന്നെ കുറച്ച് കുരുമുളക് കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കി തുടങ്ങാം. 2 ടീസ്പൂൺ റസ്ക് പൊടി ഞാൻ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ മിക്സ്ചറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു ഓലയുടെ പീസ് എടുത്തിട്ടുണ്ട്.
അത് വെച്ചിട്ട് ഞാനിതുപോലെ ലീഫിൻ്റെ ഷേപ്പിലാണ് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട്ലറ്റ് ഉണ്ടാക്കി മോൾഡ് ചെയ്തിട്ടെടുക്കാം. കട്ട്ലറ്റ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ റോള് പോലെയും ഉണ്ടാക്കിയെടുക്കാം. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട്ലറ്റ് ഉണ്ടാക്കി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് നോർമലായിട്ട് ഉണ്ടാക്കുന്ന പോലെ എഗ്ഗ് മിക്സ്ചറിൽ കട്ട്ലറ്റ് പൊക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് റസ്ക് പൗഡറിൽ റോൾ ചെയ്തിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തിട്ടെടുക്കാം. നമുക്കിതിന് പകരം വേണമെങ്കിൽ ബ്രെഡ് ക്രംസ് ഇട്ടിട്ടും വേണമെങ്കിൽ കോട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് നമ്മളിഷ്ടം പോലെ എങ്ങനെ വേണമെന്ന് ചെയ്യാം. അപ്പോൾ ഇതുപോലെ എല്ലാ കട്ട്ലറ്റും ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ കട്ട്ലറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. വേണമെങ്കിൽ നമുക്കിതുപോലെ ഉണ്ടാക്കിയിട്ട് ഒരു ബോക്സിലിട്ടിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോഴത്ത് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മതി. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാനിലേക്ക് നമുക്ക് കട്ട്ലറ്റ് ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കട്ട്ലറ്റുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കട്ട്ലറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിന് പ്ലേറ്റിലേക്ക് മാറ്റിടാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കട്ട്ലറ്റുകളൊക്കെ ഇതുപോലെ ഇതിലേക്ക് ഓയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. കട്ട്ലറ്റ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി കട്ട്ലറ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് മൈ ചാനൽ. ഇനിയും നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. Take care. Bye dears.